നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ഈ ജ്യോതിഷ വീഡിയോ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ അടങ്ങിയ മീനം രാശിക്കാർക്ക് വേണ്ടിയുള്ളതാണ്. 2026 ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ കാലയളവിൽ മീനം രാശിക്കാർക്ക് വലിയ മാറ്റങ്ങൾ അനുഭവപ്പെടും. നിങ്ങളുടെ 1-ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ശനി എന്നീ ഗ്രഹങ്ങൾ നിൽക്കുന്നു. 2-ാം ഭാവത്തിൽ ശുക്രനും, 4-ാം ഭാവത്തിൽ വ്യാഴവും, 6-ാം ഭാവത്തിൽ കേതുവും, 12-ാം ഭാവത്തിൽ രാഹുവും ബുധനും സ്ഥിതി ചെയ്യുന്നു. മീനൻ രാശിക്കാരായ നിങ്ങളുടെ രാശ്യാധിപൻ വ്യാഴമാണ്. ജൂൺ 2-ന് വ്യാഴം നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കും. ഗ്രഹനിലയിൽ 1-ാം ഭാവം എന്നത് നിങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ശരീരം, മനസ്സ്, സ്വഭാവം എന്നിവ ഈ ഭാവം കൊണ്ട് മനസ്സിലാക്കാം. ഈ 1-ാം ഭാവത്തിൽ സൂര്യൻ, ചൊവ്വ, ശനി എന്നീ 3 ശക്തമായ ഗ്രഹങ്ങൾ ഒന്നിച്ചു വരുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വലിയ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. സൂര്യനും ചൊവ്വയും അഗ്നി സ്വഭാവമുള്ള ഗ്രഹങ്ങളാണ്. ഇവ രണ്ടും 1-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു ചൂട് അനുഭവപ്പെടുന്നത് പോലെ തോന്നും. ചെറിയ കാര്യങ്ങൾക്ക് പോലും പണ്ടത്തേക്കാൾ കൂടുതൽ ദേഷ്യം വരാൻ ഇത് കാരണമാകും. പലപ്പോഴും ആ ദേഷ്യം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെന്ന് വന്നേക്കാം. ഒന്ന് ആലോചിച്ചു നോക്കാൻ പോലും സമയം കിട്ടുന്നതിന് മുൻപ് പെട്ടെന്ന് പ്രതികരിക്കുന്ന രീതി നിങ്ങളിൽ കണ്ടുവരും. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് എതിർക്കാനോ അല്ലെങ്കിൽ അവരോട് തർക്കിക്കാനോ ഉള്ള ഒരു പ്രവണത കൂടും. ചിലപ്പോൾ നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ കഠിനമായി പോകാൻ സാധ്യതയുണ്ട്. ശനി എല്ലാ കാര്യങ്ങളും പതുക്കെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഗ്രഹമാണ്. എന്നാൽ ചൊവ്വയ്ക്ക് എല്ലാം വേഗത്തിൽ നടക്കണം. ഈ 2 ഗ്രഹങ്ങളും ഒന്നിച്ചു വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വലിയൊരു അസ്വസ്ഥതയുണ്ടാകും. കാര്യങ്ങൾ വിചാരിച്ച വേഗത്തിൽ നടക്കാതെ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് അസ്വസ്ഥനാവുകയും സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. ഈ ഒരു മാനസികാവസ്ഥ നിങ്ങളുടെ സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായുമുള്ള ബന്ധത്തെ ബാധിച്ചേക്കാം. വളരെ നിസ്സാരമായ കാര്യങ്ങളിൽ തുടങ്ങുന്ന സംസാരം വലിയ വഴക്കുകളിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ പോലും അനാവശ്യമായ വാശിയും ദേഷ്യവും കാണിക്കുന്നത് ബന്ധങ്ങളിൽ അകൽച്ചയുണ്ടാക്കാൻ കാരണമാകും. ദേഷ്യം വരുമ്പോൾ ഉടനെ പ്രതികരിക്കാതെ കുറച്ചു സമയം മാറി നിൽക്കുന്നത് നന്നായിരിക്കും. മെഡിറ്റേഷൻ ചെയ്യുന്നത് ഈ സമയത്തെ ദേഷ്യം കുറയ്ക്കാൻ സഹായിക്കും. ചിന്തിച്ച് പ്രവർത്തിക്കുക. മറ്റുള്ളവർ പറയുന്നത് പൂർണ്ണമായും കേട്ടതിന് ശേഷം മാത്രം മറുപടി നൽകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം 2026 ആദ്യ പകുതി വളരെ ആശ്വാസകരമാണെങ്കിലും ജൂൺ മാസത്തിന്റെ അവസാനത്തോടെ ചെറിയ ചില മുൻകരുതലുകൾ എടുക്കുന്നത് നന്നായിരിക്കും. ജൂൺ 21 വരെ നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ വലിയ ആശങ്കകളുടെ ആവശ്യമില്ല. ഈ സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് നല്ല പ്രതിരോധശേഷിയും ഊർജ്ജസ്വലതയും ഉണ്ടായിരിക്കും. വിട്ടുമാറാത്ത അസുഖങ്ങളുള്ളവർക്ക് പോലും ഈ കാലയളവിൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ടു പോകാൻ സാധിക്കും. ജൂൺ 21-ന് ശേഷം ഗ്രഹനിലയിൽ മാറ്റങ്ങൾ വരുന്നതോടെ, പ്രത്യേകിച്ച് ചൊവ്വയുടെ രാശിമാറ്റം കാരണം ആരോഗ്യത്തിൽ ചില ചെറിയ തിരിച്ചടികൾ ഉണ്ടായേക്കാം. നിങ്ങളുടെ ദഹന വ്യവസ്ഥ അല്പം ദുർബലമാകാൻ ഈ സമയത്ത് സാധ്യതയുണ്ട്. അമിതമായ ചൂടുള്ള ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള പഴകിയ ഭക്ഷണങ്ങളോ കഴിക്കുന്നത് ഒഴിവാക്കണം. ഗ്യാസ്, അസിഡിറ്റി അല്ലെങ്കിൽ ഫുഡ് പോയ്സൺ എന്നിവ വരാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തണം. കാലാവസ്ഥാ മാറ്റങ്ങൾ നിങ്ങളെ വേഗത്തിൽ ബാധിച്ചേക്കാം. വൈറൽ പനിയും മറ്റ് പകർച്ചവ്യാധികളും വരാൻ സാധ്യതയുള്ളതിനാൽ ശുചിത്വത്തിന് മുൻഗണന നൽകണം. പൊടിപടലങ്ങൾ മൂലമോ അല്ലെങ്കിൽ ചില ഭക്ഷണങ്ങൾ മൂലമോ ചർമ്മത്തിലോ ശ്വാസകോശത്തിലോ അലർജി അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മുൻപ് അലർജി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവർ ഈ സമയത്ത് കൂടുതൽ ജാഗ്രത പാലിക്കണം. ജ്യോതിഷത്തിൽ വിദ്യയുടെയും ബുദ്ധിയുടെയും ഗ്രഹമായി കണക്കാക്കുന്നത് വ്യാഴത്തെയാണ്. ഈ വർഷം നിങ്ങളുടെ പഠനകാര്യങ്ങളിൽ വ്യാഴത്തിന്റെ വലിയ സ്വാധീനം ഉണ്ടാകുന്നുണ്ട്. ജ്യോതിഷപ്രകാരം 5-ാം ഭാവം എന്നത് വിദ്യയെയും ബുദ്ധിശക്തിയെയും സൂചിപ്പിക്കുന്ന ഇടമാണ്. ജൂൺ 2-ന് വ്യാഴം നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്ക് മാറുന്നത് ഒരു വലിയ അനുഗ്രഹമായി മാറും. പഠിക്കുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് മനസ്സിലാക്കാനും
അത് ഓർത്തുവെക്കുവാനുമുള്ള നിങ്ങളുടെ കഴിവ് ഈ സമയത്ത് കൂടും. പരീക്ഷ എഴുതിയവർക്ക് ജൂൺ 2 ശേഷം വരുന്ന ഫലങ്ങൾ വളരെ മികച്ചതായിരിക്കും. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അതിന്റെ പൂർണ്ണമായ ഫലം ലഭിക്കാൻ ഈ കാലയളവ് സഹായിക്കും. പഠനത്തിൽ പിന്നോക്കം നിന്നിരുന്നവർക്ക് പോലും ഈ സമയത്ത് പുതിയ ഊർജത്തോടെ മുന്നേറാൻ സാധിക്കും. ഏപ്രിൽ 14 മുതൽ മെയ് 15 വരെ സൂര്യൻ തന്റെ ഏറ്റവും ശക്തമായ അവസ്ഥയിൽ, അതായത് ഉച്ചാവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. സൂര്യൻ അധികാരത്തിന്റെയും വിജയത്തിന്റെയും ഗ്രഹമായതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ചില പ്രത്യേക നേട്ടങ്ങൾ നൽകും. നിങ്ങൾ സർക്കാർ ജോലിക്കായുള്ള പരീക്ഷകൾ എഴുതുകയോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കോളർഷിപ്പുകൾക്ക് അപേക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. വലിയ സർവകലാശാലകളിലോ പ്രശസ്തമായ കോളേജുകളിലോ അഡ്മിഷൻ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു മാസം, അതായത് ഏപ്രിൽ 14 മുതൽ മെയ് 15 വരെയുള്ള കാലയളവ് വളരെ ശുഭകരമാണ്. മെഡിക്കൽ, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ശ്രമിക്കുന്നവർക്ക് ഈ സമയം പ്രയോജനപ്പെടും. ഏപ്രിൽ മെയ് മാസങ്ങളിലെ ശുഭകരമായ സമയം അലസമായി കളയാതെ അപേക്ഷകൾ നൽകാനും അഭിമുഖങ്ങൾക്ക് തയ്യാറെടുക്കാനും ഉപയോഗിക്കുക. ഗ്രഹനില അനുകൂലമാണെങ്കിലും നിങ്ങളുടെ പരിശ്രമം വളരെ പ്രധാനമാണ്. ജൂൺ മാസത്തിന് ശേഷം പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നതിനാൽ കഠിനമായ ഭാഗങ്ങൾ ആ സമയത്തേക്ക് മാറ്റിവെക്കാവുന്നതാണ്. ഈ കാലയളവിൽ നിങ്ങളുടെ രാശിയിൽ ചൊവ്വയുടെയും സൂര്യന്റെയും സ്വാധീനമുള്ളതുകൊണ്ട് സ്വഭാവത്തിൽ ചെറിയൊരു കാർക്കശ്യം വരാൻ സാധ്യതയുണ്ട്. പ്രണയിക്കുന്നവർക്ക് ഈ സമയം അല്പം പരീക്ഷണങ്ങളുടേതാണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ചില ചെറിയ കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. ദേഷ്യം വരുമ്പോൾ ആലോചിക്കാതെ പറയുന്ന വാക്കുകൾ പങ്കാളിയെ ആഴത്തിൽ വേദനിപ്പിച്ചേക്കാം. ഒരിക്കൽ പറഞ്ഞുപോയ വാക്ക് തിരുത്താൻ കഴിയില്ല എന്നതുകൊണ്ട് സംസാരിക്കുമ്പോൾ വളരെയധികം നിയന്ത്രണം പാലിക്കണം. വിവാഹിതരായവരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസം 2 വ്യത്യസ്ത അനുഭവങ്ങളാണ് നൽകുന്നത്. ഏപ്രിൽ മാസത്തിന്റെ ആദ്യത്തെ 7 ദിവസങ്ങൾ ദാമ്പത്യത്തിൽ ചെറിയ അസ്വസ്ഥതകൾ കണ്ടേക്കാം. പരസ്പരമുള്ള തെറ്റിദ്ധാരണകളോ ആശയവിനിമയത്തിലെ കുറവോ കാരണം ചെറിയ പിണക്കങ്ങൾ ഉണ്ടായേക്കാം. ഏപ്രിൽ 15 കഴിയുന്നതോടെ ഗ്രഹനിലയിൽ അനുകൂലമായ മാറ്റങ്ങൾ വരും. പങ്കാളിയുമായുള്ള അകൽച്ച മാറി സ്നേഹവും ഐക്യവും തിരികെ വരും. ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷകരമാവും. നിങ്ങളുടെ കരിയറിനെ സംബന്ധിച്ചിടത്തോളം 2026 ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങൾ വളരെ നിർണായകമാണ്. ഭാഗ്യത്തിന്റെ അധിപനായ ചൊവ്വ നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നതോടെ തടസ്സങ്ങൾ നീങ്ങി തുടങ്ങും. ജൂൺ 2 ശേഷം നിങ്ങളുടെ കരിയറിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ സംഭവിക്കും. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് ഉയർന്ന പദവികളിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് മേലധികാരികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും പ്രശംസ ലഭിക്കും. പുതിയൊരു ജോലിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനു പറ്റിയ ഏറ്റവും നല്ല സമയമാണിത്. നിങ്ങൾ വലിയ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ കാലയളവിൽ അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. വിദേശ കമ്പനികളിൽ നിന്നോ അല്ലെങ്കിൽ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് ജോലി വാഗ്ദാനങ്ങൾ ലഭിച്ചേക്കാം. IT മേഖലയിലും മറ്റും ജോലി ചെയ്യുന്നവർക്ക് ഇത് മികച്ച സമയമാണ്. കുറെ കാലമായി ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഈ 3 മാസം, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങൾ വളരെ പ്രധാനമാണ്. ഈ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിനാൽ ഇന്റർവ്യൂകൾക്കും പരീക്ഷകൾക്കും കൂടുതൽ ആത്മവിശ്വാസത്തോടെ തയ്യാറെടുക്കുക. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്കും സ്റ്റാർട്ടപ്പുകൾ നടത്തുന്നവർക്കും ഏപ്രിൽ 15 ശേഷം നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. ബിസിനസ്സിൽ മുടക്കിയ പണം ലാഭമായി തിരിച്ചു കിട്ടി തുടങ്ങും. പുതിയ ഓർഡറുകൾ ലഭിക്കാനും ബിസിനസ് വിപുലീകരിക്കാനും ഈ സമയം അനുകൂലമാണ്. മുൻപുണ്ടായിരുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ കുറയാനും ബിസിനസ് ട്രാക്കിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഭാഗ്യം കൂടെയുണ്ടെങ്കിലും വരുന്ന അവസരങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം. മടി വിചാരിച്ച് അവസരങ്ങൾ കളയരുത്. ചെറിയ പ്രതിസന്ധികളുണ്ടായാലും ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറരുത്. കാരണം ഈ കാലയളവിൽ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക.
എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരിയോം.